السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസം ഹൃദയത്തിൽ നിറച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അവന്റെ പവിത്രത ഏറെ ശ്രദ്ധേയമാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം, ആകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ചില സുരക്ഷാ വലയങ്ങൾ തീർത്തിട്ടുണ്ട് എന്ന്. അത് ഏറ്റവും ശക്തവും സമ്പൂർണമായ നിലയിലാണ് അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് നന്മകൾ കട്ടുകേൾക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്ന പിശാചിനെ എറിഞ്ഞാട്ടുന്നത് പോലെ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന്, സത്യവിശ്വാസം കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് പിശാചിന് സ്വാധീനം നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുരക്ഷ അത് എല്ലായ്പ്പോഴും സത്യവിശ്വാസിക്കുണ്ടാകും. വാനലോകം എന്ന് പറയുന്നത് മലക്കുകളുടെ ആരാധനാ സ്ഥലവും ദിവ്യ സന്ദേശത്തിന്റെ കേന്ദ്രവുമാണ്. അവിടെ അനുസരണത്തിന്റെ നിരവധി പ്രകാശങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ സംരക്ഷിതമാണ് എന്ന് നമ്മൾക്കറിയാം. ഇനി സത്യവിശ്വാസിയുടെ മനസ്സ്, അവന്റെ ഹൃദയമാകട്ടെ, അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ടും സ്നേഹത്തിന്റെയും അറിവിന്റെയും വിശ്വാസത്തിന്റെയും എല്ലാം കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവയുടെ എല്ലാം ആ പ്രകാശം ആ മനുഷ്യനിൽ, ആ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് പിശാചാകുന്ന ശത്രുവിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും അർഹതപ്പെട്ടത് ആ ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലുള്ള ഹൃദയങ്ങളിൽ പിശാചിനുള്ളതായ പ്രവേശനങ്ങൾക്ക് തീർച്ചയായും സംരക്ഷണം ഏർപ്പെടുത്തുമെന്ന് നാം തിരിച്ചറിയണം. വളരെ മനോഹരമായ നിലയിൽ ഉപമിക്കപ്പെട്ട ഒരു ഉപമയുണ്ട്. അതായത് 3 വീടുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ 3 ഹൃദയങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ച്. 3 വീടുകൾ. അതിൽ ഒരു വീട് രാജാവിൻ്റെതാണ്. അതിൽ രാജാവിന്റെ നിധികളും സൂക്ഷിപ്പ് സ്വത്തുകളും വിലപിടിച്ച രത്നങ്ങളുമെല്ലാമുണ്ട്. മറ്റൊരു വീടാകട്ടെ ഒരു ഭൃത്യന്റെ വീടാണ്. അതിൽ അയാളുടെ നിധികളും അയാളുടെ സൂക്ഷിപ്പ് സ്വത്തുക്കളും വിലപിടിച്ച രത്നങ്ങളുമെല്ലാമുണ്ട്. രാജാവിന്റെ രത്നങ്ങളോ സൂക്ഷിപ്പ് സ്വത്തുക്കളോ പോലെയുള്ളതല്ല അവിടെ ഉള്ളതൊന്നും. 3ാമത്തെ വീടാകട്ടെ ഒന്നുമില്ലാത്ത ശൂന്യമായ ഒന്നാണ്. അങ്ങനെയുള്ള ഈ 3 വീടുകളിൽ ഏതെങ്കിലും ഒന്നിൽ കയറി മോഷ്ടിക്കാനായി ഒരു കള്ളൻ വന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് വീട്ടിൽ നിന്നായിരിക്കും അയാൾ മോഷ്ടിക്കുക? 3ാമതായി പറഞ്ഞ വീട്, ഒന്നുമില്ലാത്ത വീട്, അത് ഒരിക്കലും അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് കള്ളൻ കയറില്ല. കാരണം അത് ശൂന്യമാണല്ലോ. ശൂന്യമായ വീട്ടിൽ എന്താണ് മോഷ്ടിക്കാൻ കഴിയുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇപ്രകാരം പറയപ്പെട്ടു. അഹ്ലി കിതാബിൽപ്പെട്ട ചില ആളുകൾ പറയുന്നു, അവരുടെ പ്രാർത്ഥനകളിൽ പിശാച് വസ്വാസ് ഉണ്ടാക്കാറില്ല എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: പൊളിഞ്ഞ് ഫലശൂന്യമായി കിടക്കുന്ന ഹൃദയത്തിൽ പിശാച് പിന്നെ എന്ത് ചെയ്യാനാണ്? നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ യഥാർത്ഥത്തിൽ ആ വരുന്ന കള്ളൻ ഏത് വീട്ടിലായിരിക്കും പ്രവേശിക്കുക? രാജാവിന്റെ വീട്ടിൽ നിന്നുമായിരിക്കും അവൻ മോഷ്ടിക്കുക എന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല, അത് അസംഭവ്യമാണ്, നടക്കാൻ പോകുന്നില്ല. കാരണം കള്ളന്മാർക്ക് അടുക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും പട്ടാളക്കാരും കാവൽക്കാരും ഒക്കെയുണ്ടാവും. രാജാവ് തന്നെയാണ് അതിന്റെ കാവൽക്കാരനെങ്കിലോ എങ്ങനെയായിരിക്കും അതിന്റെ അവസ്ഥ? രാജാവിന് ചുറ്റും കാവൽക്കാരും പട്ടാളവും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കള്ളന് അവിടേക്ക് അടുക്കാൻ കഴിയുക? ഒരിക്കലും സാധ്യമല്ല. അപ്പൊ പിന്നെ കള്ളൻ കയറാൻ സാധ്യതയുള്ള വീട് 2ാമത് നാം പറഞ്ഞ വീടാണ്. അഥവാ 1ാമതും 2ാമതും പറഞ്ഞ വീട് കഴിഞ്ഞിട്ട് നാം പറയുകയുണ്ടായി ഭൃത്യന്റെ വീടിനെ കുറിച്ച്. അതിൽ ചില വസ്തുവകകളും രത്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും അവിടെ കള്ളൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നതും തന്റെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും
ഈ വീട്ടിലായിരിക്കും. കാര്യം അവിടെ നിന്നായിരിക്കും അവന് എന്തെങ്കിലും സ്വന്തമാക്കാൻ കഴിയുക. തീർച്ചയായും ബുദ്ധിയുള്ള മനുഷ്യർ ഈ ഉദാഹരണം ശരിയാവണ്ണം ചിന്തിച്ച് ഗ്രഹിക്കേണ്ടുന്ന ഒന്നാണ്. എന്നിട്ട് അതിനെ തങ്ങളുടെ ഹൃദയങ്ങളുമായി തട്ടിച്ചു നോക്കുക. തീർച്ചയായും ഹൃദയങ്ങൾ ഇതുപോലെ തന്നെയാണ് എന്ന് അത് നാം തിരിച്ചറിയുമ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. സർവ്വ നന്മകളിൽ നിന്നും ഒഴിവായ ഹൃദയമെന്നത് സത്യനിഷേധിയുടെയും കപടവിശ്വാസിയുടെയും ഹൃദയമാണ്. അത് പിശാചിന്റെ തന്നെ ഭവനമാണ്. അതിനെ പിശാച് സ്വന്തമാക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനെ തന്റെ ആസ്ഥാനവും താമസ സ്ഥലവുമാക്കിയ പിശാചിന് അതിൽ നിന്ന് പിന്നെ എന്ത് മോഷ്ടിക്കാനാണ്? ആ ഹൃദയങ്ങളിൽ പിന്നെ എന്ത് വസ്വാസം സൃഷ്ടിക്കാനാണ്? അതിലാണ് അവന്റെ ഖജനാവും സൂക്ഷിപ്പ് സ്വത്തുക്കളും അവന്റെ ആശയക്കുഴപ്പങ്ങളും ഭാവനകളും ദുഷ്പ്രേരണകളും എല്ലാം നിലനിൽക്കുന്നത് ആ ഹൃദയത്തിലാണ്. അതുകൊണ്ട് തന്നെ പിശാച് കുടികൊള്ളുന്ന ആ ഹൃദയത്തെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല. ഇനി രണ്ടാമത് നാം തിരിച്ചറിയേണ്ടുന്നത് അള്ളാഹുവിനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും കൊണ്ട് അവന്റെ നിരീക്ഷണത്തെക്കുറിച്ച ബോധത്താലും അവനോടുള്ള ലജ്ജ കാരണത്താലും ഹൃദയം നിറഞ്ഞ വ്യക്തിയുടെ കാര്യം. അത് നാം തിരിച്ചറിയണം. ഏത് പിശാചാണ് ആ ഹൃദയത്തിന് നേരെ കയ്യേറ്റത്തിന് ധൈര്യപ്പെടുക? അവിടെ നിന്ന് വല്ലതും മോഷ്ടിക്കാൻ അവൻ ഉദ്ദേശിച്ചാൽ തന്നെ അവൻ എന്താണ് മോഷ്ടിക്കാനാവുക? പിന്നെ പരമാവധി അവന് ചെയ്യാനാവുക ആ വ്യക്തിയുടെ ക്ഷീണത്തിന്റെയും അശ്രദ്ധയുടെയുമൊക്കെ ചില നേരങ്ങൾ അത് മുതലാക്കുക എന്നുള്ളത് മാത്രമാണ്. മനുഷ്യനെന്നുള്ള നിലയിൽ അത്തരം സംഗതികൾ അനിവാര്യവുമാണല്ലോ. അതിനാൽ മാനുഷികമായ മറവിയോ അശ്രദ്ധയോ പ്രകൃതി സംബന്ധമായ കാര്യങ്ങൾ പോലുള്ളവ അദ്ദേഹത്തിന്റെ കാര്യത്തിലും ഉണ്ടാകാം. ആ നിലയിലുള്ള ന്യൂനത മാത്രം. എന്നാൽ സത്യവിശ്വാസിയായ അടിമയുടെ ഹൃദയത്തിനല്ലാതെ എന്നെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലത ആകാശത്തിനോ ഭൂമിക്കോ ഇല്ല എന്ന ചില റിപ്പോർട്ടുകൾ മുൻവേദങ്ങളിൽ വന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. സഹോദരങ്ങളെ, നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്നത് വിശ്വാസവും നന്മയുമൊക്കെയായി ജീവിക്കുമ്പോഴും പിശാച് നമ്മിലേക്ക് വരാം. പക്ഷേ നമ്മളുടെ ഈമാൻ നമ്മളുടെ ഹൃദയത്തിൽ നിറച്ചു നിർത്തിയാൽ സ്വാഭാവികമായും രാജാവിന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കഴിയാത്തതുപോലെ പിശാചിന് നമ്മളുടെ ജീവിതത്തിൽ നിന്നുള്ള സ്വാധീനം നഷ്ടമായി തീരുമെന്ന് നാം തിരിച്ചറിയുക. ആ നിലയിൽ നമ്മളുടെ ഹൃദയത്തെ നന്മയുള്ളതാക്കി നിലനിർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.